ഇനി ജമാൽ പൊക്കോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഹലോ, ജമാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് സേട്ടെ. പരാതിയെല്ലാം കൊടുത്തിട്ടാണ് പോയത് ഇവിടുന്ന്. കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. എന്തൊക്കെയുണ്ട് ജമാലെ വിശേഷങ്ങൾ? പടച്ചോന്റെ കൃപ കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോണു. കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നത്? നന്നായിട്ട് പോണ്. എത്ര കാലമായിട്ട് ഈ തട്ടുകട നടത്തുന്ന ജമാലെ, എന്നിട്ട് എന്തെങ്കിലും ഒരു മിച്ചം ഉണ്ടാക്കാൻ പറ്റുമോ നിനക്ക്? ഇത് പറയാനാണോ ജബ്ബാർ ഭായി രാത്രി ഇങ്ങോട്ട് പോകുന്നത്? എന്ന് കരുതിക്കോ ജമാലെ. നിനക്കൊരു പെങ്കച്ചല്ലേ ഉള്ളത്, അതിനെ നല്ല രീതിയിൽ കെട്ടിച്ചുവിടണ്ടേ? അപ്പോൾ അതിന് പണമൊക്കെ വേണ്ടടൂ. ഈ പണം പടച്ചോ നേരിട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടു തരുന്നില്ല. പിന്നെന്താ ചെയ്യുക? അതിനുള്ള വഴി കാണിച്ചു തരും. അപ്പോൾ ബുദ്ധിമാന്മാർ ആ വഴിയിലൂടെ സഞ്ചരിക്കും. അങ്ങനെ ഒരു വഴിയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളീ പറയണമെന്ന് എനിക്കൊരു പൊടിയും കിട്ടണില്ല. ഇതാ എന്താണ്? നിങ്ങളെ തുറന്നു നോക്ക്. എൻ്റെ നേരിന് നെറിക്കും പടച്ചോൻ തന്ന സമ്മാനം. എത്ര രൂപയുണ്ട്? 5 ലക്ഷമുണ്ട്. സേട്ട് ഇനിയും തരും. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കട്ടെ, കോടതിയിൽ നീ ഒന്ന് മാറ്റി പറയണം. ഭായി അതെടുക്ക്. കണ്ടത് കണ്ടില്ല എന്ന് പറയാൻ ജമാലിനെ കിട്ടൂല എന്ന് സേട്ടിൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. ഉറപ്പാണോ? വിനാശകാലേ വിപരീത ബുദ്ധി. തീ കൊണ്ടാ എൻ്റെ കളി. ഡേറ്റും സമയവും ഇന്നലത്തെ തന്നെ. ആ GD ഒന്ന് തന്നെ. താനവിടെ നിന്നേ. ഇന്നലെ ഇവിടെ ജമാൽ എന്നൊരാൾ ഒരു കൊലപാതകം റിപ്പോർട്ട് ചെയ്തതായി കാണുന്നുണ്ട്. അയാളുടെ ഇൻഫോർമേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആ മൊഴി എവിടെ കാണട്ടെ? ആ സാക്ഷിമൊഴി. അതെ അജാസേ, ജമാലിന്റെ സാക്ഷിമൊഴി ACPക്ക് കാണണം. അതിങ്ങടുത്ത്. ഞാൻ കൊടുക്കാം സാർ. സാർ, ഇതിലെന്താ ഇന്നലത്തെ ഡേറ്റും കൃത്യസമയവും വെക്കാത്തെ? അല്ലാതെ പിന്നെ എന്റെ അടുത്ത് ഇറക്കണ്ട ഈ വേലത്തരൊന്നും. എനിക്കറിയാം ഇവിടെ എന്താ നടക്കുന്നതെന്ന്. വെക്കടോ ഇന്നലത്തെ ഡേറ്റും സമയവും. എടോ, തന്നെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്രൂരമായൊരു കൊലപാതകം നടന്നിട്ട് അത് കണ്ടയാള് ഇവിടെ വന്ന് ദൃസാക്ഷി വിവരണം തന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും താനൊക്കെ എന്ത് കോപ്പാ ഇവിടെ ചെയ്തോണ്ടിരുന്നേ? താൻ ആ സാക്ഷ്യം കൊണ്ട് കൃത്യം നടന്ന സ്ഥലം പരിശോധിച്ചോ? ഇല്ല സർ. എന്താ പരിശോധിക്കാത്തത്? ആ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തോ? അത് പിന്നെ ഒരു തട്ടുകടക്കാരൻ വന്നെന്തോ പറഞ്ഞെന്ന് കരുതി. ഷട്ട് അപ്പ്. എന്തെങ്കിലുമോ? വിത്തിൻ 24 hours അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കണം. അതോടൊപ്പം ആ മൊഴി തന്നയാളെ ഇപ്പൊ തന്നെ തപ്പിയെടുത്ത് സീൻ ഓഫ് ക്രൈമിൽ കൊണ്ടുപോയി മഹസർ തയ്യാറാക്കണം. എന്നിട്ട് എനിക്ക് അതിന്റെ റിപ്പോർട്ട് അയക്കണം. മനസ്സിലായല്ലോ? താൻ കണ്ടതൊക്കെ പറയടോ. ഇതാണോ തന്റെ കടയിലെ കത്തി? അതെ സാർ. ഈ കത്തി കൊണ്ട് തന്നെയാണോടോ ആ ചെക്കനെ കുത്തിയത്? അതെ. ആ, ഒപ്പിട്.
person you're calling is not answering. യെസ്, ചെല്ല്. ആ നീ എവിടെ എത്തി? അവൻ പോലീസ് സ്റ്റേഷനിലെത്തി. ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, നിങ്ങളെയൊക്കെ അറിയിച്ചില്ലെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെ തൊപ്പി തെറിപ്പിച്ചാലോ. അപ്പൊ പറ, എങ്ങനെയാ അവനെ കൊന്ന്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ റാസ്കൽ? ഇപ്പോൾ ബിസിയാണ്. കള്ളപ്പന്നി. ഇയാള് തന്നെയാണോ കുത്തിയത്? അതെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ജമാലിന് ഇപ്പൊ പോവാം. നാളെ തന്നെ കേസ് ഷീറ്റും റിമാൻഡ് ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. സാർ. സാർ, അതൊന്നും നടക്കൂല. നീ പേടിക്കൊന്നും വേണ്ട. പക്ഷെ നോക്കണ്ട കേട്ടോ. നമസ്കാരം സാറേ. സാർ ഇത് എവിടെ ആയിരുന്നു? ഇന്നലെ രാത്രി മുഴുവൻ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആകെ പ്രശ്നമാവോ? പ്രശ്നമായിട്ടിരിക്കുവോ? ഇല്ലേ? ചെല്ലങ്ങോട്ട്. അവിടെ വെക്കടോ, അവിടെ വെക്ക്. താൻ ഇന്നലെ രാത്രി മുഴുവൻ എവിടെ ചെന്ന് കിടന്നുണ്ടാക്കായിരുന്നു? തനിക്കറിയാവല്ലോ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവനെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മാത്രമല്ല, ഒരൊറ്റൊരുത്തനെ ഞാൻ വെറുതെ വിടില്ല. സാർ ഒരു 2 മിനിറ്റ് തരുമോ? ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് വിശദമായിട്ട് പറയാം. ഒരു കാരണവശാലും സാർ പേടിക്കണ്ട. കോടതിയിൽ ഹാജരാക്കുന്നതിലും ഒന്നും സാറ് ബേജാറാവണ്ട. സാറിനറിയാലോ, പോലീസ് വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാൻ പറ്റും. FIR ഇട്ടത് മുതൽ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ജമാലിന്റെ കാര്യം എന്ത് ചെയ്യും? സാർ, ജമാലല്ല, ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് വന്ന് സാക്ഷി പറഞ്ഞാലും സാറിൻ്റെ മകനെ ഒരു കോടതിയും ശിക്ഷിക്കാത്ത വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ കത്തി ഒരു സ്ട്രോങ് എവിഡൻസ് ആണ്. കത്തി, മാങ്ങാത്തൊലി, അതൊക്കെ അപ്പം തന്നെ ഒതുക്കിയില്ലേ? ഒറ്റുകാരെങ്കിലും? സാർ, 1-2 പേരുണ്ട്. അവരാ ജമാലിൻ്റെ അടുപ്പക്കാരാ. അവർ ഈ കേസന്വേഷണത്തിൽ അടുപ്പിക്കാത്തതുകൊണ്ട് അവർക്ക് ചെറിയ പരാതിയുണ്ട്. സാർ, അതൊന്നും കാര്യമാക്കണ്ട. സാർ ഒരു കാര്യം ചെയ്യും, കേസ് ട്രയലിലെത്തുമ്പോൾ ആ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഒന്ന് പാട്ടിലാക്കിയാൽ മതി. എടോ പബ്ലിക് പ്രോസിക്യൂട്ടറെ, ആ വരുന്നു. ആ ഇയാളെയാണോ കയ്യിലെടുക്കേണ്ടത്? ആ ഇരിക്കും. ഒന്നൊഴിച്ചേ. എല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ആ മതി. കേട്ടോ ചേട്ടെ, ഇയാൾ ഈ നല്ല നല്ല കേസുകൾ ഏറ്റെടുത്ത് കുളവാക്കാൻ കൊടുക്കാനാ. ആന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. ഈ കേസ് കോടതിയിൽ വരുമ്പോൾ നിലനിൽക്കരുത്. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മുടെ അവസാനത്തെ ആയുധമുണ്ടല്ലോ, സംശയത്തിൻ്റെ ആനുകൂല്യം, അതിലെല്ലാം പൂട്ടിക്കെട്ടും. എന്താ സാറേ? അല്ല പിന്നെ. ആ വിധി കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റവന്മാര് അവരെ തള്ളയെ കൂട്ടുപിടിച്ച് ചില വർഗീയത കളിക്കാൻ സാധ്യതയുണ്ട്. എന്ത് വർഗീയത? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ ഈ അധികാരത്തിനും കാശിനും വേണ്ടിയിട്ടല്ലേടോ ഈ ജാതി മതമൊക്കെ. അറയ്ക്കാതെ 4-5 കെട്ട് നോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞാൽ തകരാവുന്നേ ഉള്ളൂ ഇവന്മാരുടെ ഈ വർഗീയതയുടെ വന്മതിലൊക്കെ. അത്രേ ഉള്ളൂ. ശരി. ഹലോ, ഞാൻ ഇറങ്ങാം. ഓക്കെ, എന്നാ പിന്നെ നമുക്കും ശരി.